ഹായ്, ഇന്ന് നമുക്ക് പീച്ചിങ്ങ കൊണ്ട് ബജിയ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി പീച്ചിങ്ങ ഇതുപോലെ നമുക്ക് തൊലി കളഞ്ഞ് കഴുകി എടുക്കാം. അതിനുശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. പീച്ചിങ്ങയുടെ അരി അധികം മൂത്തതല്ല എങ്കിൽ വട്ടത്തിലരിഞ്ഞും ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. പിന്നെ ഇതൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ഇങ്ങനെ തന്നെ ചെയ്തു കൊടുക്കുക. കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനിയും ഇതിനാവശ്യമായ സാധനങ്ങൾ: കടലമാവ്, ഉപ്പ്, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾ, അല്പം എരിവുള്ള മുളക് പൊടി, അല്പം കായം എന്നിവ ചേർത്ത് നല്ലവണ്ണം ഇളക്കുക. അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പീച്ചിങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇത് തയ്യാറാക്കാനായി അധികം ചേരുവകളൊന്നും ചേർത്തിട്ടില്ല. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ക്രിസ്പിയായി കിട്ടും. പിന്നെ സോഡാപ്പൊടി ചേർക്കാം. പിന്നെ പച്ചമുളക്, ഉള്ളി ചെറുതായി അരിഞ്ഞ് ചേർക്കാം. പക്ഷെ ചില കുട്ടികൾക്ക് പച്ചമുളക്, ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇങ്ങനെയും തയ്യാറാക്കാം. ഇനി ഇത് അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. പീച്ചിങ്ങ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തത് കൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് നല്ലവണ്ണം കുഴച്ചെടുക്കണം. ഈ ഒരു രീതിയിലാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയും എണ്ണ ചൂടാകുമ്പോൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന ബാറ്റർ ഇതുപോലെ ചെറുതായി ഇട്ട് കൊടുത്ത് ചെറുതീയിൽ മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഉൾവശം വേകാൻ സമയമെടുക്കുന്നത് കൊണ്ട് മീഡിയം തീയിലിട്ട് കൊടുത്ത് നമുക്കിത് വറുത്ത് കോരാം. പിന്നെ ഇതൊക്കെ നോർത്ത് ഇന്ത്യക്കാരാണ് കൂടുതലായി ഉണ്ടാക്കുന്നത്. മിക്കവാറും എല്ലാ വീടുകളിലും സന്ധ്യ ആയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവരുണ്ടാക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായം അറിയിക്കണം. പിന്നെ ഇതുപോലെ ചെറിയ വീഡിയോകളുമായിട്ട് പിന്നെയും വരാം.